ഹൈറൈഡർ ഹൈബ്രിഡ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. നിപ്പോൺ ടൊയോട്ടയുടെ സിഗ്നേച്ചർ എഡിഷൻ എന്ന് പറയുന്ന വേരിയൻ്റ് തന്നെയാണ് ഇത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈ ക്രോസ് പരിചയപ്പെട്ടു. ഈ വീഡിയോയിൽ നമ്മൾ അർബൻ ക്രൂസർ ഹൈറൈഡറാണ് നോക്കുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ടെക്സ്ചർ പോലത്തെ ഒരു ഫിനിഷ് ഉണ്ട്. ഇത് സിഗ്നേച്ചർ എഡിഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ താഴെ ബമ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഇൻസേർട്ടും അതിൻ്റെ പുറമേറ്റ് റെഡ് ഇൻസേർട്ട് ലൈനും പോകുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിറേഴ്സിൻ്റെ അവിടെ ഫ്രണ്ടിൽ കണ്ട അതേ കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ്സ് ബ്ലാക്ക് ഡോട്ടാണ്. അതുപോലെ തന്നെ ക്ലാഡിങ്ങും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേജർ ചേഞ്ച് വരുന്നത് ഇൻറ്റീരിയേഴ്സിലാണ്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വരുന്നത്. കാണുമ്പോഴേ ഒരു സ്പോർട്ടി ഡിസൈനാണ് ഇത് നൽകുന്നത്. ഇതിനും അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വേരിയൻ്റ് തന്നെയാണ് ഹൈറൈഡർ ഹൈബ്രിഡ് എന്ന് പറഞ്ഞത്. നമുക്ക് ഏകദേശം ഓൺ ദി റോഡ് 30 അടുപ്പിച്ചാണ് ഇതിൻ്റെ മൈലേജ് പറയുന്നത്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന മൈലേജാണ് 27.97 km/L എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു മാനുവേറ്റ് ഓട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദി റോഡ് നമുക്ക് 30 അടുപ്പിച്ച മൈലേജ് കിട്ടും. ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 80 PS ഓഫ് പവറും അതുപോലെ തന്നെ 141 Nm ഓഫ് ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് വരുമ്പോൾ 4365 mm, വിഡ്ത്ത് വരുന്നത് 1795 mm, ഹൈറ്റ് വരുന്നത് 1635 mm ആണ് വരുന്നത്. വീൽ ബേസ് 2600. ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് 45 ലിറ്ററാണ്. അതുകൊണ്ട് തന്നെ മൈലേജിന് ഒരിക്കലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയൻ്റ് ഹൈറൈഡർ ഹൈബ്രിഡ് ടോപ്പ് മോഡൽ, അതായത് വി ഓപ്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓൺ ദി റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 24 lakhs ആണ് വരുന്നത്. അതുപോലെ തന്നെ നോൺ ഹൈബ്രിഡ് വേർഷനിൽ നമുക്ക് 13 lakhs മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.